പാഠ്യവിഷയങ്ങൾ ക്രമപ്പെടുത്തുന്ന കൂട്ട് ആ സ്കൂള് ആദ്യം തുടങ്ങുന്ന ദിവസം മുതൽ എന്ത് പഠിപ്പിക്കണം, എത്ര ടൈമിൽ എക്സാം നടത്തണം, എന്തൊക്കെയായിരിക്കണം ഈ സ്കൂളിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ക്രമീകരിക്കേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നു. അതേപോലെ തന്നെയാണ് KSSPUവിന്റെ കൺവെൻഷൻ നടത്തുന്നത്. കൺവെൻഷൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെമ്പർഷിപ്പ് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇതിനോടകം ഏപ്രിൽ മാസത്തിൽ നമ്മുടെ മെമ്പർഷിപ്പ് ആരംഭിച്ചു. മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 50% ആക്കി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തീവ്രമായിട്ട് മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തി. ആ മെമ്പർഷിപ്പ് എത്ര മെമ്പർമാരെ നമുക്ക് അധികം ചേർക്കാൻ സാധിക്കുമോ, നിലവിലുള്ള മെമ്പർഷിപ്പ് കുറയാതെ സൂക്ഷിക്കുക, കൂടുതലായിട്ടുള്ള മെമ്പർഷിപ്പ് പിരിയുന്നവരെ കണ്ടെത്തി വർദ്ധിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ്. പിന്നെ KSSPU എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പെൻഷൻ പറ്റിയ സംഘടനയുടെ ഇപ്പൊ ഏറ്റവും വലിയ സംഘടനയാണല്ലോ നമ്മൾ. അപ്പം സംഘടന ഇതുവരെയും നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തുക, പുതിയ മോണിറ്ററി ബെനിഫിറ്റ്, അതായത് നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ പിടിച്ചു വരിക, ഇതൊക്കെയാണ് സംഘടനയുടെ ശരിക്കും ഉള്ള ആ പ്രവർത്തന ശൈലിയും ഉദ്ദേശവും ലക്ഷ്യവും അത് തന്നെയാണ്. ആനുകൂല്യങ്ങൾ നിലനിർത്തുകയും വേണം, പുതിയ ആനുകൂല്യങ്ങൾ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയും വേണം. അത് മാത്രമല്ല, നമുക്ക് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനയും കൂടി ആയതുകൊണ്ട് ആ രീതിയിലും കൂടെ നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നുള്ളതാണ്. അതായത് ഈ സാന്ത്വനം എന്ന് പറഞ്ഞാല് അവശത അനുഭവിക്കുന്നവര്, അത് പെൻഷൻകാരല്ലാത്തവരും ആയിട്ടുള്ള വ്യക്തികളെ കൂടെ കണക്കിലെടുത്ത് അവരെ കൂടെ സഹായിക്കുക, സമൂഹത്തിന് നന്മ ചെയ്യുക. ഇപ്പൊ തന്നെ സംഘടന വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു സംഘടനയും കൂടെയാണ് KSSPU. അങ്ങനെ പല ജില്ലകളിലും വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഒരു വലിയ പ്രചരണം നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയും കൂടെയാണ്. സമൂഹത്തിന്റെ ഒരു വിശ്വാസതയും കൂടെ നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. എന്നാലേ ഒരു സംഘടനയ്ക്ക് നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. അപ്പൊ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും സംഘടനയും കൂടെ ഇടപെട്ട് കഴിയുന്നത്ര സഹായ സഹകരണങ്ങൾ അവർക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം രൂപപ്പെടുന്നത് കൺവെൻഷനിൽ കൂടെയാണ്. കൺവെൻഷൻ പുതിയ മെമ്പർമാരെ കണ്ടെത്തുന്നു, നവാഗതർക്ക് സ്വീകരണം കൊടുക്കുന്നു, പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു, ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ക്രമപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.